ഇത് സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒരു കംപ്ലൈൻറ്റുമായിട്ട് എത്തിയ വണ്ടിയാണ്. ഏകദേശം 1 വർഷത്തോളമായി ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് കസ്റ്റമർ അവിടെ പല വർക്ക്ഷോപ്പുകളിലും പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ എല്ലാവരും ഒരുപോലെ ഭ്രാന്ത് പിടിപ്പിച്ച ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഇത്. അതെന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. കേട്ടല്ലോ, ചെണ്ട കൊട്ടുന്ന പോലെ ചെറിയൊരു സൗണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ അതത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഡാഷ്ബോർഡും കാര്യങ്ങളും അതേപോലെ AC-യുടെ യൂണിറ്റും കംപ്ലീറ്റ് സാധനങ്ങളും അഴിച്ച് ഈ രീതിയിൽ വണ്ടി ഓടിച്ച് നോക്കിയത്. പറയുമ്പം അതൊരു സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഓൾറെഡി ഈ വണ്ടിയുടെ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പല വർക്ക്ഷോപ്പുകളിൽ നിന്നായിട്ട് ആൾ മാറ്റിയതാണ് സൗദി അറേബ്യയിൽ നിന്ന്. അവസാനം ചെക്ക് ചെയ്തൊരു വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞു ഇത് ചിലപ്പം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് റാക്കിൻ്റെ സൗണ്ട് ആവാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ബഹ്റൈനിലേക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ആൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് റാക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി എത്തിയത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് റാക്കിൻ്റെ സൗണ്ട് അല്ല എന്നുള്ളത്. ഇത്രയും ദൂരം പ്രതീക്ഷയോടെ വന്ന ആളെ നിരാശയോടെ മടക്കിവിടാൻ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാൻ ആൾ റെഡിയുമായിരുന്നു. ആളിവിടെ 2 ദിവസം ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിരുന്ന് വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ സമയം കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. ഇതായിരുന്നു പ്രശ്നം. ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ടിലെ ഷെല്ല് ഇതാ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ടായിരുന്നു. അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ സമയത്താണ് ഈ ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പല അഭിപ്രായങ്ങളും പല ഡൗട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്നായിട്ട് ക്ലിയർ ചെയ്ത് വന്നു. അവസാനമാണ് ഡാഷ്ബോർഡ് അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കസ്റ്റമറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് സൗണ്ട് ക്ലിയറാക്കി കിട്ടിയാൽ മതി എന്നുള്ളൊരു നിലപാടിലായിരുന്നു. അത്രയും ഒരു ഫ്രീഡം കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി. AC-ൻ്റെ യൂണിറ്റ്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. അതേപോലെ AC ഗ്യാസ് ഫില്ലിങ്, കൂളൻ്റ് ഫില്ലിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി എങ്ങനെ വന്നോ ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്യാപ്പ് വ്യത്യാസം അങ്ങനത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പാനലിൻ്റെ അവിടെ ഗ്യാപ്പ്, സെൻട്രൽ കൺസോളിൻ്റെ അവിടെ ഗ്യാപ്പ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എങ്ങനെ വണ്ടി നമുക്ക് കൊണ്ട് തന്നോ ആ രീതിയിൽ തന്നെ സെറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞ് ആൾ വരുമ്പോൾ ആളുടെ മുഖത്തുണ്ടായ ഒരു ചിരി, അതാണ് ഒരു മെക്കാനിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ.